ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ധാരാളം ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുകയും വാട്സപ്പിലൂടെ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തൊരു കാര്യമാണ് ഈ അപകർഷബോധം. അപകർഷബോധം എന്നുള്ളതാണ് ശരിക്കും മലയാള പ്രയോഗം. നമ്മൾ പക്ഷേ പ്രയോഗിക്കാറുള്ളത് അപകർഷതാബോധം എന്നുള്ളതാണ്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഈ അപകർഷതാബോധവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിലെനിക്ക് ആദ്യമേ പറയാനുള്ളത്, എൻ്റെ ഒരു വീഡിയോയുടെ രീതി അനുസരിച്ച് നമുക്കിതിൽ 4 കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒന്ന്, എന്താണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അപകർഷതാബോധം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള വല്ല ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത്. മൂന്നാമത്തത്, അങ്ങനെ ഒരു സംഗതി വരാനുള്ള സാഹചര്യം എന്തുകൊണ്ടതുണ്ടായി എന്നുള്ള കാരണം. നാലാമത്തത്, അതിന് പരിഹാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ സത്യത്തിൽ അപകർഷതാബോധം എന്ന് പറയുന്നതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു പക്ഷേ വിചാരിക്കും നിങ്ങൾക്കതില്ല, ഞാൻ വിചാരിക്കും എനിക്കില്ല. ഈ അപകർഷതാബോധം എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്കും എനിക്കും എല്ലാ ആളുകൾക്കും അപകർഷതാബോധത്തിൻ്റെ ചെറിയ അളവിലെങ്കിലും ഉണ്ട്. അത് വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത കാരണങ്ങളാലുള്ളതാണ്. അതൊന്നും നമ്മളെ ജീവിതത്തെയോ ശരീരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക നിലയൊന്നും ബാധിക്കുന്നില്ല. അതേസമയത്ത് ഇതിൻ്റെ അളവ് കൂടുകയും കുറേ കാര്യങ്ങളിൽ അപകർഷത വരികയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. എന്താണ് അപകർഷതാബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഞാൻ പോരാ, ഞാനല്ല ശരി, എന്നേക്കാൾ ഉഷാറാണ് മറ്റുള്ള ആളുകൾ എന്നുള്ള ഫീലിംഗ് ഉണ്ടാകും. എന്നേക്കാൾ അയാൾക്ക് സൗന്ദര്യം കൂടുതലാണ്, എന്നേക്കാൾ സാമ്പത്തിക ആൾ കൂടുതലാണ്, എന്നേക്കാൾ സ്മാർട്ടാണ്, എന്നേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കും, എന്നേക്കാൾ വിവരമുണ്ട്, എന്നേക്കാൾ നന്നായിട്ട് പെരുമാറും, എന്നേക്കാൾ ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ഒരാൾക്കൂട്ടത്തിൽ അയാൾക്ക് പെട്ടെന്ന് സ്ഥാനം കിട്ടുന്നു, എനിക്ക് സ്ഥാനം കിട്ടുന്നില്ല. അങ്ങനെ ഏതർത്ഥത്തിൽ ഹാൻഡ് റൈറ്റിംഗ് പോലെ രണ്ടുപേരും ഒരു കാര്യം എഴുതുന്ന കാര്യത്തിൽ പോലും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, മറ്റേ ആൾ നല്ലതാണ് എന്ന് എല്ലാ കാര്യത്തിലും മറ്റേ ആളുകളോട് തോന്നുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അപകർഷതാബോധം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്നേക്കാൾ മറ്റേ ആൾക്കാണ് എന്തോ കൂടുതൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ് കൂടുതൽ. ഒന്നെങ്കിൽ അപകർഷത തോന്നുന്ന ഒരു പ്രത്യേക വ്യക്തിയെ നോക്കിയിട്ടാണ്, അയാളേക്കാൾ എനിക്ക് കുറവ്, ഞാൻ മോശം എന്നുള്ളവർക്ക്. ചില ആളുകൾ അതൊരു രോഗമായ അവസ്ഥയല്ല. ചില ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളെ അല്ല, ഒരു വിഭാഗം ആളുകളെ, കൊളീഗ്സിനെ മൊത്തം കാണുക, ഫ്രണ്ട്സിനെ മൊത്തം കാണുക, നാടിനെ മൊത്തം കാണുക, ആ പ്രായത്തിലുള്ള മറ്റു ആളുകളൊക്കെ നോക്കിയിട്ട് അവരൊക്കെ ഉഷാറാണ്, ഞാൻ മോശമാണ് എന്ന് ചിന്തിക്കുന്നതിനാണ് സത്യത്തിൽ അപകർഷതാബോധം എന്ന് പറയുന്നത്. അത് മാനസികമായി ഭയങ്കര ഡിപ്രഷനിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അപകർഷത ഉണ്ടോ, നമുക്ക് സ്വന്തം ഉണ്ടോ എന്ന് മറ്റുള്ളവർക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ ആരാണെങ്കിലും, ഞാനാണെങ്കിലും ഇനി നിങ്ങളാരെങ്കിലും ആണെങ്കിലും മറ്റൊരാളുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എപ്പോഴും ഇകഴ്ത്തുക, കളിയാക്കുക, അതുപോലെ മറ്റുള്ളവരോട് കുറ്റം പോയി പറഞ്ഞു കൊടുക്കുക. ആ രീതിയിലുള്ളൊരു പെരുമാറ്റമുണ്ടെങ്കിൽ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളിപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്നുകൊണ്ട് അവനെ ഒന്ന് കളിയാക്കുക. ഇനി അല്ലെങ്കിൽ വേറെ ആൾ നല്ല വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിച്ചിറങ്ങി വരുന്നു, നന്നായിട്ട് പാട്ട് പാടിയിട്ട് വരുന്നു, അവൻ പാട്ട് വലിയ പാട്ടാണ് അവൻ്റെ വിചാരം എന്നുകൊണ്ട് നമ്മൾ അവനെ കളിയാക്കുക, നേരിട്ട് കളിയാക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോയിട്ട് അവൻ ശരിയല്ല, അവൻ്റെ ഒരു, ഇപ്പോൾ എൻ്റെ കാര്യം പറയാം, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള എൻ്റെ പഴയ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആൾക്കാരെന്ന് പറയുന്നവർ പലപ്പോഴും എന്നെ കളിയാക്കാനാണ് ശ്രമിക്കുക. അവൻ്റെ ഒരു വീഡിയോ എന്ന് പറയും. പക്ഷേ എന്നെ അറിയാത്ത ആയിരക്കണക്കിന് 10,000 ആളുകൾ കാണുമ്പോൾ അവർ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കി അറിയാം, എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. നേരിട്ട് ഇൻഫീരിയോറിറ്റി വരുന്ന ആളുകൾ കളിയാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വയം ആലോചിക്കുക, ഞാൻ ആരെയെങ്കിലും നന്മ കാണുമ്പോൾ കളിയാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ടാണ്, എനിക്ക് പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന കോംപ്ലക്സാണ്. ആ കോംപ്ലക്സ് കൊണ്ടാണ് അങ്ങനെ കളിയാക്കാൻ ശ്രമിക്കുന്നത്. സോ ഒന്നാമത്തെ ലക്ഷണം, അങ്ങനെ മറ്റുള്ളവരെ കളിയാക്കുകയോ അവരെ കുറ്റം പറയുകയോ ചെയ്യുന്നുള്ളതാണ് നല്ലത് കാണുമ്പോൾ. രണ്ടാമത്തെ ലക്ഷണം, സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ സോഷ്യലി വിത്ഡ്രോൺ. നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് പകരം 4 ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ ഉൾവലിയുകയും മാറി നിൽക്കുകയും ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. കാരണം അവിടെയൊക്കെ നമുക്ക് തോന്നുന്നത് എന്നേക്കാൾ മറ്റുള്ളവരാണ് നല്ലത്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ കളിക്കാൻ പോയാലും, മറ്റുള്ളവർ ഒരു പ്രോഗ്രാമിൽ പോയാലും, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ ഒരു പരിപാടി നടത്തുമ്പോഴൊക്കെ ഞാൻ പോരാ, മറ്റവർ നല്ലതെന്ന് തോന്നുന്ന ആളുകൾ എപ്പോഴും പിന്നാക്കം വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, സോഷ്യലി വിത്ഡ്രോൺ ആണെങ്കിൽ അവർക്കും ഈ അപകർഷത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ ലക്ഷണം, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ഓൺ ക്രിറ്റിസിസം ആൻഡ് കോംപ്ലിമെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ കോംപ്ലക്സ് ഉള്ള ഒരാളാണെങ്കിൽ, ഞാനൊരു നല്ല കാര്യം ചെയ്തതിന് ശേഷം എന്നെ അഭിനന്ദിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരെ ചെയ്യാം. വെച്ചാൽ എന്നെ കളിയാക്കാണോ, ആക്കാണോ, പിന്നെ അങ്ങനെ ഇതാക്കണ്ടെന്നുകൊണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനന്ദനം കിട്ടിയാലും എനിക്ക് സെൻസിറ്റീവായിട്ട് ഞാൻ പെരുമാറും. അതേപോലെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ ഇതിലിപ്പോൾ എൻ്റെ ഒരു വീഡിയോ മോശമായി എന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു കാര്യം മോശമായി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അടുത്ത തവണ നന്നാക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളോടാണ് പറയുന്നത്, നിങ്ങളാ ചെയ്ത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അത് പോരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക, കരച്ചിൽ വരിക, മുഖം ചുടുത്തു വരിക, വേർക്കുക, ടെൻഷൻ ആവുക, പെട്ടെന്ന് ഉൾവലിയുക. അങ്ങനെ ഹൈലി സെൻസിറ്റീവ് ഓൺ ക്രിറ്റിസിസം ആൻഡ് കോംപ്ലിമെൻറ്റ്. ഇത് രണ്ടും കിട്ടുമ്പോൾ സെൻസിറ്റീവായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
അതുപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾക്ക് മൊത്തത്തിലൊരു മടുപ്പായിരിക്കും, ഒന്നിനോട് ഒരു താല്പര്യമില്ല, ഒരു എനർജി ഇല്ലാതെ, എന്തൂസിയാസം ഇല്ലാതെ, അങ്ങനെ വളരെ വീക്കായിരിക്കും, എപ്പോഴും ഉൾവലിഞ്ഞിട്ടുണ്ടാവും, അവരുടെ സ്വഭാവം വളരെ ഗ്ലൂമി ആയിരിക്കും, അവരാരോടും മിണ്ടാൻ താല്പര്യം കുറവായിരിക്കും, ഒരു ഡിപ്രസ്ഡ് മൂഡിൽ നടക്കുന്നുണ്ടെങ്കിൽ അതും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം. അതുപോലെ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഫീൽ ഓഫ് മിസ്റ്റേക്കാണ്. എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് എപ്പോഴും സംസാരിക്കുക. ഇപ്പോൾ നമ്മളൊരു കാര്യം എഴുതാൻ പറയുമ്പോൾ അയ്യോ ഞാൻ എഴുതില്ല, നീ എഴുതുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക. നമ്മളൊരു കാര്യം നീയാണ് അടുത്ത ഈ പരിപാടിയുടെ കൺവീനർ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല, ഞാനല്ല, നീയാണ് നല്ലതെന്നുണ്ട് ഒഴിവാകുക. അങ്ങനെ എന്ത് കാര്യം ഏൽപ്പിച്ചാലും എഴുതാൻ, വരയ്ക്കാൻ, പ്രസംഗിക്കാൻ, പാട്ട് പാടാൻ, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ, അങ്ങനെ എന്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ഉടനെ ഞാൻ പോരാ, നീയാണ് നല്ലത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഫിയർ ഓഫ് മിസ്റ്റേക്കാണ്. പക്ഷേ ഓർക്കുക, എപ്പോഴെങ്കിലും ഒരു തവണ എളിമ കൊണ്ട് അയ്യോ ഞാനല്ല നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നത് ഇൻഫീരിയോറിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളോടും വിമുഖത കാണിക്കുകയും പിന്നാക്കം വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ലക്ഷണങ്ങൾ കൂടുതലെന്ന് പറയുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യമായിട്ടുള്ള പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് പരിഹാരവും പ്രയാസമാണ്, അതുപോലെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും പ്രയാസമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, കുറേ കാലമായിട്ട് നിൽക്കുന്ന തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ചില ആളുകൾക്ക് കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സമയത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും, ഒരാഴ്ച, ഒരു മാസം മാത്രം, അത് കഴിഞ്ഞപ്പോൾ അത് റിക്കവർ ചെയ്ത് പോകുന്നുണ്ടാകും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജീവിതം മുഴുവനും ഒരു ഇൻഫീരിയോറിറ്റി ആയിട്ട് നടക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയത്തോടു കൂടെ കാണേണ്ടത്. അപ്പോൾ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2 കാരണങ്ങളെ നമുക്ക് പറയാനുള്ളൂ. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാൻ പഴയ പല വീഡിയോയിലും ചെയ്തതാണ്. നമ്മുടെ ചെറുപ്പത്തിലുണ്ടായ സൊസൈറ്റി നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില കുറ്റബോധങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് സ്റ്റോക്കുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ 2ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അന്ന് പാട്ട് പാടി ഇറങ്ങി വരുമ്പോൾ നന്നായി എന്ന് പറയേണ്ടതിന് പകരം നമ്മുടെ ടീച്ചേഴ്സോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോ മോശമായിരുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ ഫീലിംഗ്, അന്നത്തെ ഫീലിംഗാണ് ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഞാൻ പോരാ, മറ്റുള്ളവർ നല്ലതാണെന്നുള്ള ചിന്ത. അതുപോലെ ഏത് കാര്യമാണെങ്കിലും അതിനുശേഷമുള്ള കൗമാരം വരെയുള്ളതിനിടയിൽ എന്ത് പ്രോഗ്രാം, എന്ത് പരിപാടി നിങ്ങൾ ഏൽപ്പിക്കുന്നോ ആ ഏൽപ്പിച്ച ഉടനെ ഞാൻ പോരാ എന്ന തോന്നൽ നമുക്ക് വരുന്ന രീതിയിൽ നെഗറ്റീവ് സ്ട്രോക്കുകൾ കയറിക്കഴിഞ്ഞാൽ അതാണ് ഒരു പ്രശ്നം. 2, മറ്റുള്ളവർ നെഗറ്റീവ് സ്ട്രോക്ക് തരേണ്ട, നമ്മൾ തന്നെ കണ്ടെത്തുന്ന നെഗറ്റീവ് സ്ട്രോക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരേ പരിപാടിയിൽ ഇപ്പോൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു, ആദ്യമായിട്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയും 5 പേർ ഓടുകയും ഞാൻ ഏറ്റവും പുറകിലായിപ്പോയാൽ ഒരു തവണ അങ്ങനെ ആയതിൻ്റെ പേരിൽ ഞാൻ ശരിയാവില്ല, എനിക്ക് ഓടാൻ പറ്റില്ല. ചാട്ട മത്സരത്തിൽ പങ്കെടുത്താൽ, അങ്ങനെ ഏത് പരിപാടിയാണെങ്കിലും ഞാൻ പങ്കെടുത്തതോടുകൂടെ ഞാൻ മോശമായിരുന്നു എന്ന് സ്വയം വിലയിരുത്തുകയും അതിൽ നിന്ന് പിന്നോക്കം പോകാതെ അത് തന്നെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നതാണ് പ്രധാന കാരണം. അങ്ങനെ നെഗറ്റീവ് സ്ട്രോക്കുകൾ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ മാറ്റാൻ കഴിയില്ല. സാവധാനത്തിൽ മാത്രമേ അത് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. നീ മോശമാണ്, നീ പൊട്ടനാണ്, നിനക്ക് ബുദ്ധിയില്ല, നീ വിവരമില്ല, നിനക്കത് പറ്റില്ല, നിനക്കത്ര കഴിവില്ല, നീ ചെറുതാണ്, നിനക്ക് സൗന്ദര്യമില്ല. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് ചെറിയ കുട്ടികളോടൊക്കെ മുഖത്ത് നോക്കി നിന്നെ കാണാൻ ഒരു വൃത്തിയില്ല, നീ എന്താ കറുത്തിട്ട്, അങ്ങനെയൊക്കെ ചോദിച്ച് വഷളാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ആജീവനാന്തം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് നടക്കുന്നതാണ്. നീ ഇത്തിരി കറുപ്പുണ്ടെങ്കിൽ നല്ല അഴകുണ്ട്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് ആണായാലും പെണ്ണായാലും നമ്മൾ ചെറിയ കുട്ടികളോട് പറയേണ്ടത്. അല്ലാതെങ്കിൽ അവരുടെ മനസ്സിൽ ഇത് മുറിവേൽപ്പിക്കുകയും അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഭാവിയിലേക്ക് വളരുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിങ്ങിൽ മിസ്റ്റേക്കുണ്ട്. അച്ഛൻ, അമ്മ, ഫാമിലി മെമ്പേഴ്സ് ഇവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളുടെയും കൊണ്ട് മിസ്റ്റേക്ക് കൊണ്ടാണ് പലപ്പോഴും മുതിർന്നു വരുന്ന ആളുകൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ പാരൻറ്റിങ്ങിലാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത്. മറ്റൊരു വീഡിയോ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ആഗ്രഹ സഫലീകരണം നടക്കാതിരിക്കുമ്പോഴാണ്. നമ്മൾ മുതിർന്നു വരുന്ന ആളുകൾക്ക് ഇൻഫീരിയോറിറ്റി വരാനുള്ള പ്രധാന കാരണം അതാണ്. നമ്മൾ തന്നെ കുറേ പ്ലാനുകളുണ്ടാകും. എനിക്ക് നാളെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കണം, ഇന്ന ജോലിയിൽ കയറണം, ഇന്ന കോഴ്സ് പാസ്സാവണം, ഇന്ന ജോലി, ഇത്ര സാലറി കിട്ടണം, കാറ് വാങ്ങിക്കണം, വീട്, മറ്റിങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യും. പക്ഷേ ഈ പ്ലാൻ ചെയ്തൊന്നും നടക്കാതെ വരികയും എൻ്റെ അത്രയും കഴിവില്ല എന്ന് എനിക്ക് തോന്നിയ ആളൊക്കെ രക്ഷപ്പെട്ടു പോയി, അയാൾക്ക് ക്യാഷ് ഉണ്ടായി എന്ന് തോന്നുകയും അങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫീരിയോറിറ്റി ഉണ്ട്. അത് നമ്മൾ തന്നെ കമ്പയർ ചെയ്യുന്നതാണ്. രണ്ടാണെങ്കിലും ആദ്യത്തെ പറഞ്ഞ കാരണമാണെങ്കിൽ രണ്ടാമത്തെ കാരണമാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരാളുമായിട്ട് നമ്മൾ എപ്പോൾ കമ്പയർ ചെയ്യുന്നോ അന്ന് മുതൽ നമുക്ക് ഇൻഫീരിയോറിറ്റിയുടെ ആരംഭം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ യൂണിവേഴ്സിൽ, പ്രകൃതിയിൽ എനിക്ക് പകരം ഞാൻ മാത്രം, എൻ്റെ അതേ കഴിവും എൻ്റെ ക്വാളിറ്റിയുള്ള ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അതിൽ പരിഹാരത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചെറുപ്പത്തിൽ മനസ്സിൽ കയറിപ്പോയ നെഗറ്റീവ് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഉപബോധ മനസ്സിലുണ്ടാവുക. അത് സൈക്കോ തെറാപ്പികൾ ഉപയോഗിച്ചിട്ടേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മുതിർന്ന ഒരാൾക്ക് എനിക്ക് അങ്ങനെ കോംപ്ലക്സ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിന്തകളെ കൊണ്ട് സെൽഫ് അഫർമേഷൻ കൊടുത്തിട്ട്, പോസിറ്റീവ് അഫർമേഷൻസ്, പോസിറ്റീവ് ടോക്ക്, സെൽഫ് ടോക്ക് കൊടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം അംഗീകരിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളും
ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ വെറും ഒരു പൊടിക്ക് തുല്യമാണ്. നമ്മളില്ലെങ്കിൽ ഈ പ്രകൃതിക്ക് യാതൊന്നും സംഭവിക്കില്ല. നമ്മൾ ജീവിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പ്രകൃതി നന്നായിട്ട് നടക്കുന്നു. നമ്മളില്ല എങ്കിൽ നാളെ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ പ്രകൃതിക്ക് വല്ലതും സംഭവിക്കും നമ്മൾ ചിന്തിക്കേണ്ട. രണ്ടാമത്തെ കാര്യം, ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരും യുണീക്കാണ്. അയാളുടെ കഴിവല്ല എനിക്ക്, എൻ്റെ കഴിവല്ല ഇയാൾക്ക്. അത് തിരിച്ചറിയാനുള്ള ബോധം മനസ്സിലുണ്ടാവുക എന്ന് മാത്രമല്ല, നിങ്ങൾ ആരുമായിട്ടാണോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണുന്നത്, ഒരു വ്യക്തിയെ കണ്ടിട്ട് അയാൾ എൻ്റെ അതേ പ്രായമാണ്, എൻ്റെ അതേ ക്വാളിഫിക്കേഷനാണ്, എൻ്റെ അതേ കുടുംബത്തിൽ നിന്നുള്ളതാണ്, എൻ്റെ അതേ നിറമാണ്, പക്ഷേ അതേ സമയത്ത് അയാൾക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരെക്കുറിച്ചാണോ അയാളെയും നമ്മളെയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് അയാളുടെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റി നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അയാളുടെ പ്രസംഗിക്കാനുള്ള കഴിവായിരുന്നു, അയാളുടെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, അയാളുടെ ഹ്യൂമർ സെൻസാണ്. പലപ്പോഴും ഈ ചെറുപ്പക്കാർക്ക് എപ്പോഴും ഇൻഫീരിയോറിറ്റി വരുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ അട്രാക്റ്റീവ് പോയിൻ്റായി നിൽക്കുന്ന ആളോടാണ് എപ്പോഴും ഇൻഫീരിയോറിറ്റി തോന്നുക. അയാൾ ഭയങ്കര ഹ്യൂമർ സെൻസറുള്ളതാണ്. ഒരു ഗ്രൂപ്പിലേക്ക് അയാളെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി, നല്ല വാചാലമായി സംസാരിക്കുന്നു, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അടുത്തടുത്ത് കൂടുന്നു. അതേസമയത്ത് എന്നെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഈ തോന്നലാണ് സാധാരണ രീതിയിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടാകുന്നത്. അവിടെ ഓർക്കുക, അയാൾക്ക് ആ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ, നമുക്കിതല്ലാത്ത വേറെ ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മുടെയും അവരുടെയും ക്വാളിറ്റി എഴുതി വെക്കുക. നമ്മൾ SWOT അനാലിസിസ് എന്ന് പറയാം, SWOT, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. അതിനകത്ത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ അളക്കുക. എൻ്റെ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, എനിക്ക് ആളുകളോട് ചിരിക്കാൻ പറ്റും, എനിക്ക് സ്നേഹിക്കാൻ അറിയാം, ഞാൻ കുടുംബത്തോട് നല്ല അടുപ്പമുള്ള ആളാണ്, ഞാൻ നല്ല മതവിശ്വാസിയാണ്, എനിക്ക് നല്ല ബോധമുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് നല്ല ചിന്താശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ ആരുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അവരെക്കാൾ കൂടുതൽ ക്വാളിറ്റി നമുക്കുണ്ടാവുന്ന ഉറപ്പാണ്. ആ ക്വാളിറ്റികൾ കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം, വളരെ ചെറുപ്പത്തിൽ കിട്ടിയ നെഗറ്റീവ് സ്ട്രോക്കുകളാണ് നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് കാരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ നല്ല ബ്രീത്തിങ് എക്സസൈസ് എടുക്കുകയും അങ്ങനെ രാവിലെയോ രാത്രിയോ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് എടുക്കുമ്പോൾ സെൽഫ് അഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സെൽഫ് ടോക്ക്. ആ ടോക്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റികൾ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടാവണം. ആ ക്വാളിറ്റിയിൽ പ്രധാനപ്പെട്ട സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അതിനകത്ത് നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ അത്, നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുമെങ്കിൽ അത്, കുടുംബത്തിൽ ഞാൻ നല്ലൊരാളാണെങ്കിൽ അതല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, മെമ്മറി കപ്പാസിറ്റി, പാട്ട് പാടാൻ കഴിയുന്നത്, പ്രസംഗിക്കാൻ കഴിയുന്നത്, ആൾക്കൂട്ടത്തിൽ സംസാരിക്കാൻ കഴിയുന്നത്, മറ്റെന്തെല്ലാം നമ്മൾ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നത്, ഞാൻ ചെയ്തിട്ട് വിജയിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്വാളിറ്റിയും എൻ്റെ കഴിവും, ക്വാളിറ്റിയേക്കാളേറെ സ്കില്ല് നോക്കുക നിങ്ങൾ. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരുപക്ഷെ എന്നേക്കാൾ പ്രായമുള്ള, എന്നേക്കാൾ വലിയ ഉദ്യോഗസ്ഥരായ ഒരാൾക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയുന്ന പല സ്കില്ലുകളും മറ്റു പലർക്കും ഉണ്ടാകും. നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നത് വീട്ടമ്മമാരാണെങ്കിലും ഇനി പുരുഷന്മാരാണെങ്കിലും. അങ്ങനെ നമ്മുടെ ക്വാളിറ്റി ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അയാളേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫ് അഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ കൊള്ളാം. അങ്ങനെ തുടർച്ചയായി 21 ദിവസമെങ്കിലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കും. അത് സ്വീകരിക്കുന്നതോടുകൂടെ നിങ്ങൾക്കതിൻ്റെ മാറ്റം ഉണ്ടാവുന്നതാണ് സത്യം. അതുപോലെ ഈ കമ്പാരിസൺ നമ്മുടെ എല്ലാവരുടെയും, ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാനുള്ള നെഗറ്റീവ് സ്ട്രോക്ക് വരുന്നത് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ മാർക്കുമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടീൻ്റെ ഏതെങ്കിലും ഒരു കഴിവായിട്ട് വരുമ്പോൾ അവനേക്കാൾ നല്ലത് മറ്റേ വീട്ടിലെ കുട്ടിയായിരുന്നല്ലോ എന്ന കമ്പാരിസനാണ്. അത് ആ കുട്ടിയിൽ വളരുകയും കുട്ടി വലുതാകുമ്പോൾ കുട്ടി സ്വയം കമ്പയർ ചെയ്യുന്നത് എന്നേക്കാൾ കഴിവുള്ള ആൾ മറ്റേ ആളെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മറ്റൊരാളുമായിട്ടല്ല, ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യാം. ഇന്നലെയുള്ള ഞാൻ ആരായിരുന്നു അതിനേക്കാൾ എന്തെങ്കിലും ഒരു പൊടിക്കെങ്കിലും ഇന്ന് എനിക്ക് മെച്ചമുണ്ടോ ഇല്ലയോ നോക്കുക. ഞാൻ ഇന്നലെയേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കമ്പാരിസൺ നമ്മളെ വളർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഉണ്ടെങ്കിൽ അവർക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് സെൽഫ് ടോക്ക് മാത്രമാണ്. ഞാൻ മെച്ചപ്പെട്ട ആളാണ്, എനിക്ക് എൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിവുണ്ടാവുക എന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, സാധാരണ പറയാറുള്ളത് പോലെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ചുവന്ന അക്ഷരത്തിലാണെങ്കിൽ നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നേരത്തെ അപ്ലോഡ് ചെയ്ത 2 വീഡിയോകൾ ഇവിടെ കാണിക്കുന്നു, അതുകൂടെ കാണുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും വിടവാകുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.